ഹലോ ഗുഡ് ഈവനിങ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കുഞ്ചൂസ് സ്കൂളിട്ട് വന്നു. ഇത് നന്ദുണ്ട് ഇവിടെ, നമ്മുടെ ഹൗസ് ഓണർ വീട്ടിൽ നിന്ന് അവർ കുറച്ച് ചെറുപഴം തന്നേട്ടാ. അപ്പം അതിൻ്റെ തീറ്റയിലാണ്. ചെറുപഴമായിട്ട് യുദ്ധത്തിൽ കുഞ്ചു നന്ദു അതിൻ്റെ മറയിലിരുന്ന് കഴിക്കുന്നുണ്ട്. നന്ദു പിന്നെ വീഡിയോയിലൊന്നും പെടാതെ തൂണിൻ്റെ മറയിൽ പോയിട്ടിരുന്ന് കഴിക്കുകയാണ്. ഞാൻ പിന്നെ ഇപ്പോൾ വൈകിട്ടാണ് ചോറ് തിന്ന്. അപ്പം എന്താ പറയുക, വയറ് ഭയങ്കര ഫുള്ളാണ്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു ഇതൊന്നല്ലായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ നടത്തോട്ടം വാച്ചിലൊക്കെയായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ തീരെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. മറ്റേത് ഞാൻ പകൽ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നതാണ്. എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അതിനുള്ള സമയം കിട്ടി. പിന്നെ പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെന്താ, വേറെ എന്തൊക്കെയാണ്, വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ തട്ടലും മുട്ടലൊക്കെ ആയിട്ടുള്ള ചെറിയ കുട്ടി പ്രശ്നം അത്രയും അതിൻ്റെ വഴിക്ക് ഇങ്ങനെ ശരിയായിക്കോളൂ. പിന്നെ വേറെന്തെന്നാ, വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നല്ല വിശേഷങ്ങൾ, സുഖമായിട്ട് പോകുന്നു. രാവിലെ മാർക്കറ്റിലൊക്കെ പോകാറുണ്ട് കേട്ടോ. ഞാനിന്ന് രാവിലെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വേഗം ചായ തീർന്നു. ഇന്ന് വയനാട്ടിൽ നിന്നൊക്കെ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചായ കുടിച്ചു. അതുകൊണ്ടൊക്കെ വേഗം ചായ തീർന്നു, പെട്ടെന്ന് തന്നെ തീർന്നു. 7 മണി 7:30 ആകുമ്പോഴത്തേക്കും ചായയും കടിയൊക്കെ തീർന്നു. 3 കടി ബാക്കി വന്നിട്ട്, എണ്ണക്കടി. പക്ഷേ സാധാരണ കണ്ടമാനം ചിലപ്പോൾ വരാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കോഴിമുട്ട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്നു. അന്ന് സുഖമായിട്ട് പോകണം. ഇനി ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എടുപ്പിച്ച വീഡിയോ ഉണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ട് ഞാനിടാം. എന്നുവെച്ചാൽ കുറേ മെനക്കെട്ടിട്ടെടുത്ത വീഡിയോസാണ്. അപ്പോൾ അത് ഇടാതെ ശരിയാവില്ല. പിന്നെ എന്താണെന്നറിയില്ല കേട്ടോ, പുതിയ ഫോൺ മാറ്റിയിട്ടും മൊബൈലിൽ സ്റ്റോറേജ് ഇങ്ങനെ എപ്പോഴും നല്ല, എന്നാലും വേഗം ഇങ്ങനെ ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. സ്പേസ് ഇല്ല എന്നുള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ട്. അപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. വീഡിയോ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിലിങ്ങനെ കാണിക്കുകയാണ് സ്റ്റോറേജ് ഫുള്ളാണുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ഓടാൻ പോകാനുള്ളതിലൊക്കെ മാറ്റിയിരിക്കുക കേട്ടോ. കാരണം ഞാൻ ഇനിയിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും ഉറക്കത്തിൽപ്പെടും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോയി വന്നിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പാലും, നാളത്തേക്ക് വേണ്ട പാലും, കോഴിമുട്ട, പിന്നെ എന്തെന്നാ അതൊക്കെ വാങ്ങാനുണ്ട്. പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഞാൻ രാവിലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. അപ്പോൾ അതൊന്നും വാങ്ങാനില്ല. ബാക്കി പാല്, കോഴിമുട്ട, പറ്റുകയാണെങ്കിൽ നേന്ത്രപ്പഴം മേടിക്കണം. 1-2 പേര് പഴം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതിൻ്റെ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ വേണ്ടാഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ കല്ലുമ്മക്കായ വാങ്ങിക്കൊടുത്താട്ടോ അവർക്ക്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചായക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ വറുത്തരച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇന്നലത്തെ കഴിച്ചിട്ട് പിന്നെ ഇന്നും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇന്നിപ്പോൾ വൈകുന്നേരത്തിനുള്ള കറിയുണ്ട്. തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാറാണ്, സാമ്പാർ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഞാനപ്പോൾ അതിലത്തെ കഷ്ണങ്ങൾ നന്നായി കൂട്ടും. അപ്പം ഞാനിപ്പോൾ ചോറ് തിന്നാനൊക്കെ നേരം ഞാൻ പറഞ്ഞില്ലേ പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ വെച്ചപ്പോൾ ലേറ്റായി. പിന്നെ ചോറായത് 3 മണിക്കാണ് വാർത്തിയത്. കഴിക്കാൻ ലേറ്റായി. പിന്നെ എൻ്റെ ബാക്കി പണികളൊക്കെ തീർന്നു. തുടയ്ക്കലൊക്കെ ഒന്ന് ചെയ്തു ഞാൻ കേട്ടോ. നിലൊക്കെ നല്ല വൃത്തിയിൽ കിടക്കണത് തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൈക്ക് മേടിക്കണം എനിക്ക്. കാരണം പതിയെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു നല്ല വ്യക്തത ഉണ്ടാകും. ഞാനല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കണ്ടേ.
പിന്നെ വേറെ വല്ല ശബ്ദങ്ങളൊക്കെ വരുമ്പോൾ എടാ കുളിക്കുന്നില്ലടാ കുഞ്ചൂസേ, കുഞ്ചൂസ് പോയി കുളിച്ച് വേഗം പോയി തിരുമ്പാനുള്ള പോയി തിരുമ്പ് ചെല്ലേ. ഇവരുടെ കുഞ്ചൂസേ പോയി കുളിച്ച് വേഗം തിരുമ്പ്. ഇവരെ ഷെഡി സോക്സ് ഒക്കെ ഇവർ തന്നെയാണ് തിരുമ്പാട്ടോ കല്ലും വന്ന് ബാക്കി. അപ്പോൾ തിരുമ്പിയിട്ട് കുളിച്ചൊക്കെ തിരുമ്പിയിട്ട് അകത്ത് കയറുള്ളൂ. അപ്പോൾ ഇവർ അതൊക്കെ ചെയ്തിട്ട് പിന്നെ വേണം എനിക്ക് ചെല്ലട പോയി കുളിക്ക്. അപ്പോൾ അവരെ ചെയ്തിട്ട് വേണം ഞാൻ വാതിൽ പുറത്തുനിന്ന് കൂട്ടിയിട്ടാണ് ഞാൻ പോവുക. ഇവർ ബാത്റൂമും കാര്യങ്ങളൊക്കെ അകത്തുണ്ട്. പിന്നെന്താ വെച്ചാൽ നന്ദുവിനൊക്കെ കുറച്ച് കളി കൂടില്ല, ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് നടക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെ ഇവിടെ നിന്ന് പൂട്ടും, പുറത്തുനിന്ന് പൂട്ടും. എന്നുവെച്ചാൽ ഞാൻ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ. ഭയങ്കര ബുദ്ധിമുട്ടൊന്നല്ല, പക്ഷെ എന്നാലും ചെറിയൊരു നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടാണല്ലോ പോണേ. പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ അകത്തുണ്ട്. പിന്നെ ഞാൻ പോയാൽ വേഗം വരും. ഞാൻ കൊണ്ടമാനം ഒരുപാട് ലേറ്റ് ആവില്ല. പിന്നെ എന്തെങ്കിലും ഓട്ടങ്ങൾ കുറഞ്ഞ് അതൊക്കെ ഇങ്ങനെ നമ്മൾ ഒരു എമൗണ്ട് വിചാരിച്ചിട്ട് അതായിട്ട് പോവാന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ പകൽ ഞാൻ തീരെ പോകണില്ലല്ലോ. പകൽ രാവിലത്തെ ചായ കച്ചവടം കഴിഞ്ഞ് പിന്നെ പകലൊക്കെ വീട്ടിൽ തന്നെയാണല്ലോ. അങ്ങനെ. പിന്നെ വേറെന്താ വിശേഷം? ഞാനപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ചെറിയൊരു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാവട്ടെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചു. പിന്നെ വണ്ടി ഞാൻ ഒന്ന് കഴുകുകയൊക്കെ ചെയ്തു കേട്ടോ. മുറ്റത്ത് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്, കണ്ടോ? മുറ്റത്ത് വെള്ളം കണ്ടോ? ഇത് നമ്മുടെ അവിടെ നിന്ന് പഴം തന്നതാട്ടോ കുറച്ച്. ഇത് നമ്മുടെ കുറച്ച് പഴം തന്നതാണ്. എനിക്കിപ്പോൾ ഒന്നും തിന്നാൻ പറ്റില്ല കേട്ടോ, ചെറിയ ശ്വാസം മുട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ മുറ്റത്ത് ഞാൻ കാണിച്ചു, മുറ്റത്ത് വെള്ളം നിൽക്കണുണ്ട്, ചെളി വെള്ളം. എന്താണെന്ന് വെച്ചാൽ വണ്ടി കഴുകിയതാണ് കേട്ടോ, ഓസിട്ടിട്ട് വണ്ടി കഴുകിയതാണ്. ഇവിടെ ഒന്ന് വ്യക്തമായിട്ട് കാണാം. ഞാനിത് കാണിക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം കഴുകി. ശരിക്കും ഈ ശനിയാഴ്ചത്തെ വീഡിയോ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അതുകൊണ്ടാണത്. ഞാനത് 2 ദിവസം മുന്നേ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കി. അപ്പോഴാണ് ഇതിൽ സ്പേസ് ഇല്ല എന്നുള്ളത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് സ്റ്റോറേജ് ഫുള്ളാകുമ്പോഴേ നമ്മളത് കുറേ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് വേറെ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ പിന്നെന്താ, അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നു. വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. എന്നാൽ വേറെ എന്താ പറയുക. പിന്നെ നമ്മുടെ കുട ഇരിക്കണുണ്ടോ? ഈ ഒരു കുട വീണ്ടും ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അത് മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അതിന്. ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അതിന്. നീ അലക്കണമെങ്കിൽ അലക്കിക്കോ. നിനക്ക് ഇന്നലെ അലക്കിയിട്ട് ഇഷ്ടമായില്ല? നന്ദുവിൻ്റെ സൈക്കിളാണ്. ഈ ഒരു സൈക്കിളാണ് ഞാൻ നന്നാക്കിയിട്ട് എനിക്ക് വേണം. ഈ ഒരു സൈക്കിളാണ് ഞാൻ നന്നാക്കണം എന്ന് പറഞ്ഞത്. നന്നാക്കി കഴിഞ്ഞാൽ എനിക്ക് 1 മണിക്കൂറൊക്കെ എനിക്ക് ചവിട്ടി നോക്കാം. വൈകുന്നേരങ്ങളിലോ എന്തായാലും സമയം ഉണ്ടാവില്ല. വൈകുന്നേരം അങ്ങനെ സൈക്കിൾ ഓടാൻ പോകണം. ഒരു 1/2 മണിക്കൂറെങ്കിലും ചവിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. തടി വേഗം കുറയും. വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തടി കുറയും. നന്ദുമുണ്ട് കൂടി ഒന്ന് പാടിയ പാട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ ഇടാട്ടോ. കുഞ്ചൂസറ്റ് എഴുതിക്കോണമെന്നാണ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ 2 കൂടി ഇപ്പം അത് വായിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഷീറ്റ് കണ്ടോ, ഫുള്ള് ഹോൾസായി. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് കെട്ടിത്തന്നാണ് എനിക്ക്. അപ്പം ഇനി വേറെ ഷീറ്റ് വാങ്ങി വെച്ചിട്ട് കുറേ ആയി. അതിന് ഞങ്ങൾ കെട്ടേണ്ടി വരും. പക്ഷേ ഇനിയിപ്പോൾ ആരും
കിട്ടാനില്ല, ഇത് കെട്ടാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എനിക്ക് അങ്ങനെ ആരെയും പരിചയമില്ല. അപ്പോൾ ഷീറ്റ് ഞാൻ വേറെ പുതിയതൊരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ട് ഓട്ടോറിക്ഷ എടുത്ത സമയത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. എത്രയോ മാസങ്ങളായിട്ട് വണ്ടിയുടെ ബാക്കിലൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊന്ന് മാറ്റിക്കെട്ടണം എന്നുള്ളത്. ഞാനും മക്കളും കൂടി പരിശ്രമിച്ചാൽ നടക്കും എന്ന് വിചാരിക്കണം. നോക്കണം, ട്രൈ ചെയ്യണം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൾസിൽ കൂടിയൊക്കെ വെള്ളം നമ്മുടെ വണ്ടിയിലേക്ക് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അതെപ്പോഴും ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പിന്നെ ഈ ഒരു സൈഡിൽ ഞങ്ങൾക്ക് വാഴ ഉണ്ട് കേട്ടോ. ഞാൻ 2 പ്രാവശ്യം പപ്പടൂടെ വന്നപ്പോൾ 2 പ്രാവശ്യം ഞാനിതുപോലെ ചോറ് പൊതിഞ്ഞ് കൊടുത്ത് വെച്ചു. ഇനി ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോയിൽ പൊതിച്ചോറ് ഉണ്ടാക്കിയില്ലേ, അന്ന് പപ്പടൂന് കൊടുത്തേക്കും എനിക്ക് കൂടി ഉണ്ടാക്കിയത്. അത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇല വെട്ടിയിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഈ പറമ്പൊക്കെ ഹൗസ് ഓണർ ആളെ നിർത്തിയിട്ട് നമുക്ക് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും ആ ബാക്ക് സൈഡിലൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫുള്ള് പുല്ലായിരുന്നു, നിറച്ച് കാട് പോലെ ആയിട്ട് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അവർ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. നല്ല വൃത്തിൻ്റെ. പിന്നെ അല്ലെങ്കിലും ഫ്രണ്ട് ഭാഗമൊക്കെ ഞാൻ മുറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഓരോ പുല്ല് 2 പുല്ലൊക്കെ ആയിട്ട് ഞാൻ പറിച്ച് കളയും. അത് അമ്മയുടെ നിന്ന് കിട്ടിയ ശീലം തന്നെയാട്ടോ. കാരണം അമ്മ നമ്മുടെ അവിടെ മുറ്റടിക്കുമ്പോൾ തന്നെ കൈകൊണ്ട് ഇങ്ങനെ കുറച്ച് പുല്ലുകൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് മുറ്റടിക്കുമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഞാനും ചെയ്യാറുണ്ട്. മുറ്റടിക്കുമ്പോൾ ഇങ്ങനെ പുല്ല് കാണുമ്പോൾ മൊത്തം പറിച്ച് കളയില്ല, പക്ഷെ കുറച്ചായിട്ട് ഇങ്ങനെ നുള്ളിപ്പറിച്ച് കളയും. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പുരികത്തും ചെയ്യണമെന്തോന്നറിയാമോ, പപ്പടം ഉണ്ടാക്കി തന്ന കൺമഷിയില്ലേ, അവളുണ്ടാക്കി തന്ന കൺമഷി ഞാനിങ്ങനെ വിരൽ തൊട്ടിട്ട് വെറുതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇതും എനിക്കിഷ്ടമാണ്. എനിക്കിപ്പോൾ പുരികത്തുമ്പോൾ ഇങ്ങനെ കളർ കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ ഒന്ന് കുളിക്കാനൊക്കെ ലേറ്റായി. ഉച്ചയ്ക്ക് കുളിച്ചത്. അങ്ങനെ തിരക്കൊക്കെ ആയിരുന്നു. പറഞ്ഞില്ലേ, ഓരോ കാര്യങ്ങൾക്കായിട്ട് പുറത്തേക്കൊക്കെ പോകാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അതിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെന്താ, ഉറക്കക്ഷീണമുണ്ട്. ഇന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഇന്ന് നേരത്തെ വന്നിട്ട് ഉറങ്ങാൻ നോക്കണം. കുഞ്ചൂസിൻ്റെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു കുട്ടി വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. സത്യം ഞാനിങ്ങനൊരു വീഡിയോ പ്ലാനിങ്ങിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ ശനിയാഴ്ചത്തെ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്യുക, നാളെയോ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓരോ പ്രശ്നത്തിൻ്റെ ഒക്കെ പിന്നാലൊക്കെ ആയതുകൊണ്ടും വീട്ടിലെ ജോലി കൊണ്ടും രാവിലത്തെ മാർക്കറ്റിലത്തെ പോക്ക് കാരണം കൊണ്ടും വൈകിട്ട് വണ്ടി എടുത്ത് ഓടാൻ പോണത് കൊണ്ടും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ പിന്നെ ഇവിടെ സമയം അതിൻ്റെ ഇടയ്ക്ക് നിന്നല്ല, സമയമില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആകെ ടയർഡായിട്ട് വരിക, ഉറക്കം ആയിട്ട് പറ്റാഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പോൾ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചില സമയത്ത് ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നും, ഭയങ്കര ശ്വാസം മുട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ വൈകിട്ട് ചോറ് തിന്നു, പക്ഷെ വളരെ കുറച്ച് അളവിൽ ആണ് ഞാൻ ചോറ് കഴിച്ചത്. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. പിന്നെ കണ്ണൊക്കെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ശനിയാഴ്ചത്തെ വീഡിയോ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നന്ദുവിനെ കൊണ്ടൊക്കെ കുറേ അടുപ്പിച്ച വീഡിയോസൊക്കെ ആയിട്ട് അത് എന്നുവെച്ചാൽ പിന്നെ ഒരു കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട്, അങ്ങനെയല്ല ഓരോ കാര്യങ്ങൾ ചെയ്യണതൊക്കെ ആയിട്ടുള്ള വീഡിയോസല്ലേ. അപ്പോൾ അതെന്തായാലും എഡിറ്റ് ചെയ്യണം, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം, അത്രയേ ഉള്ളൂ. കാണാതിരിക്കാൻ മാത്രമുള്ള ലെങ്ത്ത് വീഡിയോ ഒന്നുമല്ല, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറയണില്ല, കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ. വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിടമാവേ, കഥ കേട്ട് മിഴിപൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് പൊന്നേ,
തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്